എല്ലാ മുഅ്മിനുകളും അവരോട് മഹബ്ബത്താണ് ഒരു മുഅ്മിനിന് വേണ്ടത്. എല്ലാ മുഅ്മിനിനോടും, അവൻ മുൻകഴിഞ്ഞ ആളാണെങ്കിലും ശേഷം വരാനുള്ളവരാണെങ്കിലും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂലിന് ഈ ഉമ്മത്തിൽ അവസാനത്തെ മുഅ്മിനിനോടും മഹബ്ബത്തുണ്ട്. അള്ളാഹുവിൻ്റെ നബിമാർ അവർക്കങ്ങനെയാണ്. അവസാനത്തെ മുഅ്മിനോട് വരെ, അവരിൽ ഏറ്റവും നിസാരനായ ഒരാളോട് വരെ അവർക്ക് മഹബ്ബത്തുണ്ട്. അങ്ങനെയാണ് ഏത് നാട്ടിലുള്ള ഏത് മുഅ്മിനുകളായാലും. മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഏതെങ്കിലും ഒരു മുസ്ലിം നാട്ടിൽ അവിടുത്തെ ഭരണാധികാരി നീതി പാലിക്കുന്നുവെന്ന് കേട്ടാൽ ഞാൻ സന്തോഷിക്കും. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വിധി തേടി പോകാൻ ചെല്ലാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും, എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു തർക്കമൊന്നും കൊണ്ട് ചെല്ലാനില്ല, എനിക്ക് നീതി അനുസരിച്ച് വിധിച്ചു തരാൻ. പക്ഷെ എങ്കിലും ഞാൻ സന്തോഷിക്കും. ഏതെങ്കിലും ഒരു മുസ്ലിമീങ്ങളുടെ ഏതെങ്കിലും ഒരു നാട്ടിൽ മഴ പെയ്തു എന്ന് കേട്ടാൽ ഞാൻ സന്തോഷിക്കും, എൻ്റെ കാലുകളൊന്നും അവിടെ മേയുന്നില്ലെങ്കിലും. സുബ്ഹാനല്ലാഹ്, ഇതെത്ര വലിയ നസീഹത്താണ്! ഇത് ഉമ്മത്തിനോടുള്ള സ്നേഹമാണ്. മുസ്ലിം ഉമ്മത്തിലെ പ്രായമുള്ള പലർക്കും ഇത് നന്നായി മനസ്സിലുള്ളവരാണവർ. അള്ളാഹുവിൻ്റെ റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നവരുടെ മഹബ്ബ, അവരുടെ ബന്ധം നന്നായി ഉള്ളവരാണ് അവരിൽ പലരും. പല ചെറുപ്പക്കാർക്കും മറ്റു പലതും തലയിൽ കയറി ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. നസ്അലുല്ലാഹ ലി വലക്കും തൗഫീഖ്.